നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പത്മപ്രഭന്റെ മകനാ, ഗഗൻ. ഓ, അത് ശരി. അന്ന് കുഞ്ഞല്ലേ? ഇരിക്കും മോനെ. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ഒരുപാട് സഹായിച്ചതാ. അതിനുശേഷവും സുരേന്ദ്രൻ ചേട്ടൻ അങ്ങോട്ട് വരുമായിരുന്നു. ഈ വീട് വാങ്ങുന്ന സമയത്തൊക്കെ ചേട്ടൻ അങ്ങോട്ട് വന്നിരുന്നു. അച്ഛനിപ്പോ? ഇല്ല, കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചു. ഓ, എന്നേക്കാ കഷ്ടിച്ച 6 or 7 വയസ്സിന്റെ മൂപ്പ് കാണും. സുരേന്ദ്രന്റെ അച്ഛനും അദ്ദേഹവും ഏറെക്കുറെ ഒരേ പ്രായമായിരുന്നു. അച്ഛന്റെ ചില കണക്കുകൾ തീർക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസം മുമ്പ് ഞാൻ അമ്പല പരിസരത്ത് വെച്ച് സുരേന്ദ്രൻ ചേട്ടനെ കണ്ടിരുന്നു. വൈകാതെ വീണ്ടും കാണണമെന്നാ ചേട്ടൻ അന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് ഈ ആക്സിഡന്റ്. സുരേട്ടനിപ്പോ ആരെയും തിരിച്ചറിയുന്നില്ല. ഒരു കാര്യം സ്വയം ചെയ്യാനുള്ള ബോധോ തിരിച്ചറിവോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാ. ഒരേ കിടപ്പിലാ. അറിഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വാ. സുരേട്ടാ, സുരേട്ടനെ കാണാൻ മംഗലാപുരത്തുള്ള പത്മപ്രഭൻ സാറിന്റെ മോൻ വന്നേക്കുവാ. നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ മോനെ? ചേട്ടാ, അന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും വരുമെന്ന്. വീണ്ടും വന്നപ്പോ നിങ്ങൾ ഈ അവസ്ഥയിലായി. എന്തായാലും കാര്യങ്ങൾ എനിക്ക് ഇവരോട് പറഞ്ഞേ തീരൂ. ഞാൻ അന്ന് വന്നത് അമ്പലത്തിൽ തൊഴാനല്ല, സുരേന്ദ്രൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാ. അന്ന് നിങ്ങള് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയ ശേഷവും സുരേന്ദ്രൻ ചേട്ടനും അച്ഛനും ഇടയ്ക്ക് അവിടെ വരുമായിരുന്നു. സുരേന്ദ്രന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തോളം അവരവിടെ വരുമായിരുന്നു. അതെനിക്കും അറിയാം. അതെ, ചേട്ടന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇവര് രണ്ടുപേരും കൂടി വന്നിരുന്നു. അതിനുശേഷം സുരേന്ദ്രൻ ചേട്ടൻ ഒറ്റയ്ക്ക് അവിടെ വരുമായിരുന്നു. അങ്ങനെ വന്ന ഒരവസരത്തിൽ, അതൊരു 9-10 വർഷം മുമ്പാ, അന്ന് സുരേന്ദ്രൻ ചേട്ടനും എന്റെ അച്ഛനും ചേർന്ന് ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതാണ് ആ എഗ്രിമെന്റ്. ഇതിൽ ചില കാര്യങ്ങൾ ഇദ്ദേഹം വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇദ്ദേഹത്തെ കണ്ട് ഈ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇദ്ദേഹം ഒരു കാര്യം മാത്രമേ എന്നോട് അപേക്ഷിച്ചുള്ളൂ. ചേട്ടന്റെ ഭാര്യയോ അമ്മയോ മക്കളോ ഇങ്ങനൊരു എഗ്രിമെന്റിന്റെ കാര്യമോ ഇതിലെ വ്യവസ്ഥകളെക്കുറിച്ചോ അറിയരുതെന്ന്. ചേട്ടൻ ആവശ്യപ്പെട്ടത് ഞാനങ്ങ് സമ്മതിച്ചു. ഇപ്പോഴും ഈ എഗ്രിമെന്റിൽ സുരേന്ദ്രൻ ചേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല. ഇദ്ദേഹം സുഖം പ്രാപിക്കട്ടെ, എന്നിട്ട് സുരേന്ദ്രൻ ചേട്ടൻ തന്നെ എഗ്രിമെന്റിൽ പറയുന്ന കാര്യം എനിക്ക് നടത്തി തരട്ടെ. 3 മാസം ഞാൻ കാത്തിരിക്കും. അതിനകം സുരേന്ദ്രൻ ചേട്ടന്റെ സ്വബോധം തിരിച്ചു കിട്ടിയാൽ ഞാൻ ചേട്ടനോട് സംസാരിച്ച് സെറ്റിൽ ചെയ്തോളാം. അല്ലെങ്കിൽ ഇത് നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടി വരും. 3 മാസം. 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാത്തിരിക്കില്ല. എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ഞാനങ്ങ് ആരംഭിക്കും.
എന്നാ ശരി, വീണ്ടും കാണാം. സുരേന്ദ്രൻ ചേട്ടാ, കാണാം. ബൈ. അമ്മേ, എന്തായിരിക്കും ഏട്ടൻ ആ എഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവുക? അമ്മയോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കിനി ഒന്നും ആലോചിക്കാനില്ല. അവർക്ക് വാക്ക് കൊടുക്കുക, കല്യാണം ഉറപ്പിക്കുക, അതേ ഇനി ചെയ്യാനുള്ളൂ. അത് ശരിയല്ല ശ്രീ. അവര് വെറും സാധാരണക്കാരൊന്നുമല്ല. അവരോടൊക്കെ നമ്മളൊരു വാക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് നടന്നില്ലെങ്കിൽ സ്ത്രീകളൊക്കെ അശയും. അത് മാത്രമല്ല, ഇത്രയും നല്ല ബന്ധം നിലനിർത്തുന്ന നിങ്ങൾ തമ്മിൽ പിണങ്ങാനും അത് വഴിവെക്കും. ഉറപ്പിക്കാൻ തീരുമാനമെടുക്കും മുമ്പ് ചുരുങ്ങിയ പക്ഷം സന്ദീപും പെൺകുട്ടിയും തമ്മിൽ കാണുകയെങ്കിലും വേണ്ടേ? ചെറുക്കം പെണ്ണിനെ കാണുന്നതൊക്കെ ഒരു ഫോർമാലിറ്റി മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും സന്ദീപിന് ചേരുന്ന പെൺകുട്ടി അവള്. അവൻ വന്ന് കണ്ടില്ലെങ്കിലും വിവാഹത്തിലേക്ക് നീങ്ങാമെന്ന് തന്നെയാണ് അവരും പറയുന്നത്. പക്ഷേ ശ്രീ, വസ്തുതകൾ മനസ്സിലാക്കണം. നമ്മളിവിടെ കല്യാണം ഉറപ്പിച്ച് തീയതിയും നിശ്ചയിച്ച് കാര്യങ്ങൾ നീക്കിയാലും അവൻ വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എല്ലാം വെറുതെ ആവില്ലേ? അവൻ സ്വയം വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവരണം. എന്നിട്ട് തോക്കിയുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് താലി കെട്ടിക്കണം. എന്റെ ശ്രീ, നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ സന്ദീപിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ നമുക്ക് കഴിയില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ ശ്രീ. കുറച്ചൊന്ന് ക്ഷമിക്കേ. കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും എന്തെങ്കിലും ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അവന്റെ വാശി കൂടുകയുള്ളൂ. അവനെ വാശി പിടിപ്പിക്കാതെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ നടത്താം. അതേ വിജയിക്കാൻ പോകുന്നുള്ളൂ. തമ്പി പറഞ്ഞതാ ശരി. സന്ദീപിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും കൊടുക്കാനാവില്ല. അങ്ങനെയുള്ളപ്പോ പെൺവീട്ടുകാർക്ക് വാക്ക് കൊടുക്കുന്നതിലും ഒരർത്ഥവും ഇല്ല. നമുക്ക് ഒരല്പം കൂടി ക്ഷമിക്കാം. എടുത്തു ചാടി ഒന്നിനും ഇറങ്ങണ്ട.